ഹായ്, എല്ലാവർക്കും ഒരു ബിലേറ്റഡ് വിഷു ആശംസകൾ. ഒരു 2:30 മണിക്കുള്ള അലാമോടുകൂടിയാണ് ഞങ്ങളുടെ വിഷു ദിവസം ആരംഭിച്ചത്. കുറച്ച് ഫ്രൂട്ട്സും തേങ്ങയും കണിക്കൊന്നയും എല്ലാം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കണിയിൽ. കണിക്കൊന്നയുടെ പിക്ക് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഇവിടെയും കണിക്കൊന്ന കിട്ടുമെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും അറിയില്ലായിരുന്നത് കിട്ടുമെന്ന്. ലണ്ടൻ ഈസ്റ്റ് ഹാമിൽ പച്ചക്കറിയെല്ലാം മേടിക്കാൻ പോയപ്പോഴാണ് അവിടെ കണിക്കൊന്ന ഇങ്ങനെ ചെറിയ പാക്കറ്റിലാക്കിയിട്ട് 99 പെൻസിന് വിൽക്കുന്നതായിട്ട് കണ്ടത്. പിന്നെ ഒന്നും നോക്കിയില്ല, കാരണം കണിക്കൊന്നയല്ലാതെ മലയാളിക്ക് എങ്ങനെയാണ് വിഷുക്കണി. ലാസ്റ്റ് ഇയർ വിഷു ദിവസം ഒരു സാമ്പാർ പോലും വെക്കാൻ പറ്റാത്ത സങ്കടം ഉണ്ടായിരുന്നുകൊണ്ട് ഇത്തവണ ഒരു സദ്യ തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. തലേന്ന് രാത്രി തന്നെ ഒരു ബീട്രൂട്ട് പച്ചടിയും ഒരു ഇഞ്ചിക്കറിയും ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ കിടന്നുറങ്ങിയത് പുലർച്ചെ 1:30 എന്നിട്ടാണ് ഒരു മണിക്കൂർ ഉറങ്ങിയിട്ട് ഞങ്ങൾ കണി വയ്ക്കാൻ എണീച്ചത്. ഇതിപ്പം വിഷുവിടെ അന്ന് ഒരു ഉച്ചയാണ്. പായസം അവസാന സ്റ്റേജിലേക്ക്, ബാക്കിയെല്ലാം റെഡിയായി. സദ്യ കഴിക്കാനുള്ള വാഴയിലയും ഈ പറഞ്ഞ ഈസ്റ്റ് ഹാമിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറ്, സാമ്പാർ, അവിയൽ, മോര്, പായസം, ബീട്രൂട്ട് പച്ചടി, പിന്നെ ക്യാബേജ് തോരൻ, പപ്പടം, ഇഞ്ചിക്കറി, പഴം, ശർക്കര വരട്ടി, ഒരു കുപ്പി അച്ചാർ, പിന്നെ ഞങ്ങൾക്ക് കായ വറുത്തത് കിട്ടിയില്ല, പക്ഷെ ഞങ്ങൾക്ക് ചക്ക വറുത്തത് കിട്ടി. നമ്മൾ ട്രൈ ചെയ്താൽ എന്തും നടക്കുമെന്ന് ഇങ്ങനെ സദ്യ ഒരുക്കാൻ പറ്റിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. നമ്മുടെ വീടുകളിൽ അമ്മമാരൊക്കെ എത്രയാണ് ഈ കിച്ചണിൽ കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് ഇന്നൊരു ദിവസം കൊണ്ട് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലായി. എല്ലാവരും റെഡിയായി വന്നു, കഴിക്കാനിരുന്നു. അങ്ങനെ ഒരു സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ വിളമ്പിയൊക്കെ തുടങ്ങി. സഫാന നീയാണ്ട നായകൻ ഇന്ന്. എന്റെ അവസാനം സാമ്പാർ. കേരളത്തിലെ ഏത് ജില്ലയിലെ സദ്യയാണ് ഏറ്റവും നല്ലതെന്നുള്ളൊരു ചെറിയൊരു വാക്തർക്കം ആ സൈഡിൽ നടക്കുന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മുടെ വിളമ്പലൊക്കെ കഴിഞ്ഞു. നമ്മൾ സദ്യയൊക്കെ കഴിക്കാൻ തുടങ്ങി. ആരും മിണ്ടുന്നും കൂടി ആസ്വദിച്ച് സദ്യ കഴിക്കണേണോ? അല്ല, സാധാരണ ഫുഡ് കഴിക്കുന്ന ഇങ്ങല്ലല്ലോ. അങ്ങനെ സംസാരിച്ച് വളരെ ആസ്വദിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടുകാരെയും വീട്ടിലെ കണിയും വീട്ടിലെ സദ്യയും എല്ലാം മിസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇത്രയെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷനും കൂടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതുപോലെ പാർട്ട് ടൈം ചെയ്യുന്നിടത്ത് മാനേജറിൻ്റെ കൈയും കാലും പിടിച്ച് റിക്വസ്റ്റ് കൊടുത്തിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഓഫും കിട്ടിയത്. അത് കിട്ടിയ പിന്നെ പ്ലാൻ ചെയ്തതാണ് എന്തായാലും കണി ഒരുക്കണം, എന്തായാലും സദ്യയും വയ്ക്കണം എന്നുള്ളത്. എന്തായാലും ഞാൻ ഹാപ്പി ആയിരുന്നു. ചെറിയ രീതിക്കാണെങ്കിലും ഞങ്ങളിങ്ങനെ വീട്ടിൽ ഈദുൽ ഫിത്തറും ഈസ്റ്ററും ഓണവും വിഷുവും എല്ലാം ആഘോഷിക്കാറുണ്ട്. പായസത്തിന് ഞങ്ങളൊരു പാലട മിക്സ് ആയിരുന്നു മേടിച്ചത്. സദ്യ എല്ലാം കഴിച്ചു കഴിഞ്ഞ് ഞങ്ങളൊരു 1 മണിക്കൂറോളം ഏകദേശം ഒന്ന് റെസ്റ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും റെഡിയായി. എല്ലാവരും ട്രഡീഷണൽ വെയർ ഒക്കെ എടുത്ത് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ലിഫ്റ്റിൻ്റെ മിറർ അത്ര ക്ലീൻ ഒന്നും അല്ല, പക്ഷേ മിറർ കണ്ട മിറർ സെൽഫി വീഡിയോ നമുക്ക് മസ്റ്റാണല്ലോ. തൊട്ടടുത്തുള്ള പാർക്കായിരുന്നു നമ്മുടെ ലക്ഷ്യം. കാരണം ഇപ്പോൾ സ്പ്രിംഗ് സീസൺ ആയതുകൊണ്ട്
നല്ല പച്ചപ്പും അതുപോലെ തന്നെ കുറേ ഫ്ലവേഴ്സും ഒക്കെ ആയിട്ട് എല്ലാ പാർക്കും അടിപൊളിയാണ്. അപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം, കാരണം എന്തായാലും ട്രഡീഷണൽ വെയറൊക്കെ എടുത്ത് എല്ലാവരും റെഡിയായി വന്നതാണല്ലോ. ഷൂസ് ഇടാതെയും ജാക്കറ്റ് ഇടാതെയും കുറച്ച് ജാടയൊക്കെ കാണിച്ച് തണുപ്പൊക്കെ കൊണ്ട് അങ്ങനെ നിൽക്കുമായിരുന്നു ഞങ്ങൾ. അവിടെ ഇരിപ്പുണ്ടായിരുന്ന സ്ട്രേഞ്ചറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് ഹെൽപ്പ് ചോദിക്കുമായിരുന്നു സഫാൻ. പക്ഷെ പുള്ളി എടുത്തൊന്നും പിക്കിൽ ഞങ്ങൾക്ക് വലിയ സാറ്റിസ്ഫാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് മാറി ഞങ്ങൾ പിന്നെയും ഫോട്ടോ എടുത്ത് തുടങ്ങി. ടിജോയ്ക്കും സഫാനും ആണെങ്കിൽ അന്നത്തെ മാച്ചിലായിരുന്നു മൊത്തം കോൺസെൻട്രേഷൻ. വിഷു സെലിബ്രേഷൻ അവിടെയും തീരുന്നില്ല. വീട്ടിലൊക്കെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒരു ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി. എങ്ങോട്ടാണെന്നല്ലേ, നോർത്ത് ഗ്രീൻവിച്ചിലുള്ള O2 മോളിലേക്കാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ആവേശം മൂവിക്കുള്ള ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് O2 മോളിന് ഇൻസൈഡൊക്കെ. അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ലേറ്റായിരുന്നു. കണ്ടവർക്ക് എല്ലാവർക്കും അറിയാം, പടം അടിപൊളിയാണ്, ഭയങ്കര വൈബാണ്. ഒരു ആവേശം തന്നെയായിരുന്നു ആ തിയേറ്ററിൽ എല്ലാവർക്കും. കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി തിയേറ്ററിൽ കാണുക. ഇതിപ്പം മൂവി കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സീനാണ്, കാരണം എല്ലാവരും അതുപോലെ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഡാൻസൊക്കെ കളിച്ച് പുറത്തിറങ്ങിയപ്പോൾ എക്സിറ്റ് ഒന്ന് മാറിപ്പോയി. അവർ ഓൾറെഡി താഴെ എത്തി, ഞാനും ആരും അവിടെ സ്റ്റക്കായിപ്പോയി. അതാണ് ഈ കാണുന്നത്. പിന്നെ അവരവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ലോങ് ഡേ കഴിഞ്ഞതിൻ്റെ ക്ഷീണവും ആവേശമൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി.